അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരുപാട് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, നിസ്കാരത്തിലൊരു ഖുശൂ ഇല്ല, ഇബാദത്തുകൾ ചെയ്യാൻ മനസ്സില്ല, തെറ്റുകൾ കൂടുതലായി ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇബാദത്തുകളിൽ നല്ല മനസ്സുണ്ടാകാൻ, ഇബാദത്ത് ചെയ്യാനുള്ള നല്ല മനസ്സുണ്ടാകണം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അവൻ പൊരുത്തപ്പെട്ട, അവൻ ഇഷ്ടപ്പെട്ട നല്ല മുത്തഖീങ്ങളായി അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ജീവിതത്തിൽ ചില ആളുകൾ മനസ്സിൽ വിചാരിച്ചത് ഈ ദുനിയാവിൽ അത്യാഡംബരത്തോടെ ജീവിച്ച് വല്ലാതെ അങ്ങ് ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു തന്നതാണ് എന്നാണ്. പക്ഷേ അത് വെറും വിഡ്ഢികളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. എന്ത് പണി? അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ കൊണ്ട് മുഴുമിപ്പിക്കുക. എല്ലാ സമയത്തും റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഇബാദത്തുകൾ ചെയ്യുക. ഇതിനുവേണ്ടിയാണ് സത്യത്തിൽ മനുഷ്യരായ നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികളിൽ നിന്ന് മാറി നമ്മൾ അമലുകൾക്ക് താല്പര്യം കൂടണം. അതിന് പ്രധാനമായിട്ടും ഹറാമുകളുടെ ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കഴിക്കുന്നത് ഇല്ലാതെ നോക്കുക, പരമാവധി സൂക്ഷിക്കുക. മറ്റൊന്ന്, എല്ലാവിധ ഹറാമുകളിൽ നിന്നും നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ നിമിഷങ്ങൾ എല്ലാ ഹറാമുകളിൽ നിന്നും മാറി ചിന്തിക്കാൻ, എല്ലാ ഹറാമുകളിൽ നിന്നും ഒഴിവായി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അമലുകളിൽ ഒരു രസം കിട്ടും. മഹാന്മാരെല്ലാം പറയുന്ന ജീവിതത്തിൽ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നതാണല്ലോ. കാലിൽ തറച്ച അമ്പ് ഞാൻ നിസ്കാര സമയത്ത് നിങ്ങൾ വലിച്ചെടുത്തോ, അപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതും ഇറച്ചിക്കകത്ത് പോയ ഈ അമ്പാണ് വലിച്ചെടുക്കുന്നത്. നിസ്കാര സമയത്ത് വലിച്ചെടുക്കുമ്പോൾ സ്വഹാബത്തിന് നിസ്കാരത്തിൽ ലയിച്ചിട്ട് എന്താവുന്നില്ല, അത് അതിൻ്റെ വേദനകൾ, ദുന്യവ്യായ വേദനകൾ അറിയുന്നില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ നിസ്കാരത്തിലുണ്ടാകുമ്പോൾ നിങ്ങളത് വലിച്ചെടുത്തോ എന്ന് സ്വഹാബ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു നല്ല മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മളെല്ലാ ഫർള് നിസ്കാര ശേഷവും അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ പ്രധാനമായ യാ ഹഖ്, യാ ഹഖ്, യാ ഹഖ്, ഖാഫ്, യാ ഹക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവില്ല. യാ ഹഖ്, യാ ഹഖ്, യാ ഹഖ്. ഈ ഇസ്മ് 156 പ്രാവശ്യം എല്ലാ നിസ്കാര ശേഷവും ചൊല്ലുക. യാ ഹഖ്, യാ ഹഖ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക 156 പ്രാവശ്യം. അതിന് ശേഷം ഒരു ദുആ ഉണ്ട്. ആ ദുആ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാനിപ്പോൾ പറയാം, ശ്രദ്ധിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻതൽ ഹഖുൽ മുത്ലഖുൽ മൗജൂദു ഫി ഹഖീഖത്തി ദാതികൽ മൗസൂഫ് ബിഹഖായിഖിസ് സിഫാത്തിൽ ഹുസ്നാ ഫി ഖുദ്ദൂസിയ്യതിക. അസ്അലുക ബിസിർരി അൻവാരി അസ്മാഇകൽ ഹുസ്നാ അൻ തുഹഖിഖ ലി കുല്ല ഹഖ്ഖിൻ وتبطل لي كل باطل معدوم ومفقود. أسألك بسر وجودك الذي حققت به حقائق صفاتك أن ترفع فؤادي بحق الحق إلى شهود حقائق ذاتك فأكون بك مع وجود كل موجود أبدا دائما يا حق يا مبين. وسخر لي خادم هذا الاسم سرفيائيل عليه السلام يكون عونا على أموري يا الله يا حق. മനസ്സിലായല്ലോ? ഈ ദുആ
456 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം സ്ഥിരമായിട്ട് നമ്മൾ ദുആ ചെയ്യുക. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇബാദത്തുകളിൽ ലദ്ദത്ത് കണ്ടെത്തി അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖിയായ അടിമകളിൽപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ വസിയത്തുകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പരമാവധി ദുആ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.